ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ പറഞ്ഞ സമയമായിട്ടുണ്ട്. നമുക്ക് ഒരു 2 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യാം. കുറച്ച് പേര് കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? Yes, yes, whatever. ഓക്കെ. ഗുഡ് ഈവനിങ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഷബാബ് സാർ, സുജിത് സാർ, ഏറ്റവും പ്രിയപ്പെട്ട EDC നെറ്റ് എക്സാം ഡിസംബർ സൈക്കിളിൽ നമ്മുടെ ഹിന്ദി സബ്ജക്റ്റിൽ വെബിനാർ സംഘടിപ്പിച്ച് ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. എന്ന് പറഞ്ഞ
കഴിഞ്ഞ ജൂൺ മാസത്തിൽ നമ്മൾ കഴിഞ്ഞ സൈക്കിളിലേക്ക് ആരംഭിച്ച നെറ്റ് എക്സാമിന്റെ ബാച്ച് കഴിഞ്ഞ ശേഷം ഡിസംബറിലേക്ക് മുന്നോട്ട് വെക്കുകയും അതിൽ പുതിയൊരു ബാച്ച് നമ്മുടെ നിലവിലെ ബാച്ചിനോടൊപ്പം ഹിന്ദി സബ്ജക്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ബാച്ച് വേണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് നമ്മൾ പുതിയൊരു ബാച്ച് ആരംഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ഒരു വെബിനാർ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. ഇസ്ലാം എന്ന് പറയുന്നത് കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ്. കുട്ടികൾക്ക് അതേപോലെ രക്ഷിതാക്കൾക്ക് ടീച്ചേഴ്സിനൊക്കെ വ്യത്യസ്ത തരം പ്രോഗ്രാമുകൾ നമ്മൾ ഇതിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി UGC നെറ്റ് എക്സാം കോച്ചിങ് സ്പെഷ്യലായിട്ട് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ഇംഗ്ലീഷ് ആണ് നിലവിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിന്ദിയിലേക്ക് നല്ല ഒരു കോച്ചിങ് സെന്റർ ഒരുപാട് സ്റ്റുഡൻസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള നല്ല ഫാക്കൽറ്റീസിനെ വെച്ച് നമ്മളിവിടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അത് ഏത് തരത്തിലാണ് ബാച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതും ക്ലാസ്സസ് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതൊക്കെ ബഹുമാനപ്പെട്ട ഷബാബ് സാറ് നമ്മളോട് പറയും. അതിനു മുമ്പ് ഇവിടേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യം. എല്ലാവരെയും ഹൃദ്യമായി ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ദെൻ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇനാഗുറേഷൻ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി പ്രൊഫസർ സുജിത് സാറാണ്. സാറേയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹിന്ദി ബാച്ചിനോട് കൂടെ പേപ്പർ 1 സ്പെഷ്യലൈസ്ഡ് ബാച്ച് നമ്മൾ നൽകുന്നുണ്ട്. പേപ്പർ 1ന്റെ ബാച്ചസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നിലവിൽ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്തു. ഒരുപാട് പേര് ഈ ഒരു ദിവസത്തിന് ശേഷം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും പേപ്പർ 1ലും കൂടെ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നാളെ മുതലുള്ള ക്ലാസ്സുകൾക്ക് നമ്മൾ ആക്സസ് തരുന്നതാണ്. രണ്ടും കൂടെ നിങ്ങൾ കാര്യം ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും നിങ്ങൾ ക്ലാസ്സസ് കേൾക്കുക. അതിനനുസരിച്ച് ഈ ഒരു ഡിസംബർ സൈക്കിളിൽ വരുന്ന എക്സാം എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോട് കൂടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ബഹുമാനപ്പെട്ട സുജിത് സാറ് സ്വാഗതം ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പിന്നെ വളരെ സന്തോഷവും അഭിമാനമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം സ്വന്തം മക്കള് സന്തോഷമായിരിക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷം തന്നെ. പക്ഷെ അവര് നമ്മുടെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ അവരുടെ വ്യക്തിത്വം രൂപപ്പെടുത്തി എടുക്കുമ്പോഴാണ് അതിൽ നമുക്ക് അഭിമാനം കൂടെ തോന്നുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഭാരവാഹികളെ കുറിച്ച് എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. എന്തായാലും അവരെ ഈ ഒരു സംരംഭം തുടങ്ങിയതിൽ അഭിനന്ദിക്കുന്നു, ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അതുപോലെ ഈ പരിപാടി, ഈ പഠന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ടും പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സാധാരണ യൂണിവേഴ്സിറ്റി പരീക്ഷയും മത്സര പരീക്ഷയും തമ്മിലുള്ള വ്യത്യാസം. മത്സര പരീക്ഷ എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ എന്ത് പഠിച്ചു എന്നുള്ളതല്ല വിഷയം, എങ്ങനെ പഠിച്ചു, എങ്ങനെ അത് അവതരിപ്പിക്കുന്നു എന്നതാണ് വിഷയം. അപ്പോൾ നമുക്ക് അതിനുള്ള ടെക്നിക്കുകളുണ്ട്. നമ്മൾ സാധാ പരീക്ഷ എഴുതുന്ന പോലെയല്ല, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, അതിൻ്റെ എല്ലാ വിശദമായ വിവരങ്ങളും ഇവർ നിങ്ങൾക്ക് തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആത്മാർത്ഥമായ വിജയ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, നമ്മുടെ സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഷബാബ് സാറ് സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന
UGC നെറ്റ് പേപ്പർ 2 ഹിന്ദി പ്രോഗ്രാമിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും, എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ തന്നെ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ അറിയുന്ന ആളുകളും ഞാൻ അറിയാത്ത ആളുകളൊക്കെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ സ്വാഗതം പറയാണ് ഒരിക്കൽ കൂടി. പിന്നെ കൂടാതെ ഈ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കോച്ചിങ് പ്രോഗ്രാം നമ്മുടെ ഡോക്ടർ സുജിത് സാറിന്റെ ഒരു ആശീർവാദത്തോടു കൂടി നമുക്ക് തുടങ്ങാൻ സാധിക്കുക എന്നുള്ളത് എന്താ പറയാ, വളരെ എനിക്ക് ഒരു പേഴ്സണലി ആണെങ്കിലും നമുക്ക് എൻ്റെ ഒരു സൗഹൃദം എന്താ പറയാ, എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ ആണെങ്കിലും വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ അതുകൂടി അതിലൊരു ഒരു മുഖവര കൊടുത്തുകൊണ്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയാ, ഒരു ഹിന്ദി സബ്ജക്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒരു BA കോഴ്സ് വെറുതെ എന്നാ പിന്നെ ഒരു BA ഹിന്ദി എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കോളേജിലേക്ക് പോയി കൊണ്ടിരുന്ന എന്നെ ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് തന്നിട്ട്, കൃത്യമായിട്ട് ഓരോ കരിയറിന്റെ ഓരോ നാഴികക്കല്ലുകൾ പിന്നിടുമ്പോഴും ഏറ്റവും കൃത്യമായ ഗൈഡൻസുകളും കൃത്യമായ സപ്പോർട്ടും തന്നുകൊണ്ട് ഇവിടം വരെ എത്തിച്ചിട്ടുള്ള ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അധ്യാപകരിൽ നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു ആളാണ് സുജിത് സാറ്. സാറ് മുമ്പ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു. അന്ന് ഞങ്ങൾ അധ്യാപകനായിരുന്നു. അത് മുതൽ ഇതുവരെ ഇത്ര ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഞാനിപ്പോ PhD കഴിഞ്ഞു, ഡോക്ടറേറ്റ് കിട്ടി. ഇപ്പോ തമിഴ്നാട്ടിൽ തൃശ്ശൂരിലുള്ള ജമാൽ മുഹമ്മദ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഞാൻ എപ്പോഴും ബന്ധപ്പെടുന്ന, എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു മെന്ററാണ് സുജിത് സാറ്. അപ്പൊ സാറിന്റെ ആ ഒരു ആശീർവാദത്തോട് കൂടിയിട്ട് ഈ ഒരു പരിപാടി തുടങ്ങുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൂടാതെ ആർട്സ് കോളേജിൽ അല്ലാതെ തന്നെ സുജിത് സാറിന്റെ വിദ്യാർത്ഥികളിൽ പല ആൾക്കാരും ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറ് ഒരു ഗവൺമെന്റ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പല ഗവൺമെന്റ് കോളേജുകളിൽ കൂടെയൊക്കെ മാറി വർക്ക് ചെയ്ത ആളാണ്. അതുകൊണ്ട് വലിയൊരു വിദ്യാർത്ഥി സമ്പത്ത് തന്നെ സാറിൻ്റെതായിട്ട് ഇവിടെ ഉണ്ടാവും വിചാരിക്കുന്നു. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യോ? സുജിത് സാർ പഠിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ? ഓക്കെ, യെസ് ഒത്തിരി ആൾക്കാരൊക്കെ, ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ വിശ്വാസം ഒക്കെ നമുക്ക് എന്താ പറയാ, നല്ല രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോ ഇന്നത്തെ ഒരു സെഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഒരിക്കൽ കൂടി സുജിത് സാറിന് നന്ദി പറയാണ്. ഇനി ഞാൻ എൻ്റെ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് അതിന് കൃത്യമായിട്ട് ഈ ഒരു ചെറിയൊരു സമയം കൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പിക്സ്ലേണിന്റെ UGC നെറ്റ് കോച്ചിങ് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ 2 ദിവസത്തെ ഫ്രീ ഓറിയന്റേഷൻ പ്രോഗ്രാം ഇവിടെ നൽകുകയാണ്. ഒന്നാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ഞാനാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി. കൃത്യമായിട്ടുള്ള UGC നെറ്റ് പേപ്പർ 1 അതുപോലെ തന്നെ മൊത്തത്തിൽ എന്താണ് നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട നെറ്റ് എന്ന് പറയുന്ന സമയത്ത് ഹിന്ദിക്കാർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കൂടാതെ നമ്മൾ കോഴ്സ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇന്നത്തെ നിങ്ങളെ ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന രൂപത്തിലാണ് ഇന്നത്തെ ഒരു സെഷൻ വിചാരിച്ചിട്ടുള്ളത്. ഇനി നാളെയും നമുക്ക് ഒരു സെഷൻ ഓറിയന്റേഷന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരാനുണ്ട്. അത് കുറച്ചുകൂടി സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് ഹിന്ദി പേപ്പർ 2 ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന രൂപത്തിൽ ഒരു കോച്ചിങ് രൂപത്തിൽ തന്നെ ഒരു മോഡൽ കോച്ചിങ് ആയിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന് കാണാനായിട്ട് പറ്റും. അപ്പോ എല്ലാവരും തയ്യാറാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പോ തൃശ്ശൂർ ജമാൽ മുഹമ്മദ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PA ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് ചെയ്തു. പിന്നെ PG ആൻഡ് PhD ഞാൻ IFLU ഹൈദരാബാദിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ PG കഴിഞ്ഞ ഉടനെ PG ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് UGC നെറ്റ് നേടാനായിട്ട് സാധിച്ചു. PG സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയത്തേക്ക് എനിക്ക് JRF കരസ്ഥമാക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് ഹിന്ദിയിൽ. JRFോട് കൂടി ഫെലോഷിപ്പോട് കൂടി തന്നെ IFLUവിൽ എനിക്ക് PhD ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യവും ലഭിച്ചു. ഇപ്പൊ 2 മാസം മുന്നേ എനിക്ക് ഡോക്ടറേറ്റ് അവാർഡായി. ഓക്കെ, ഇപ്പം പിക്സ്ലേണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി നേരെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ശരിക്ക് ഇവിടെ വെറുതെ ഒരു ചോദ്യം ചോദിക്കാം കേട്ടോ. ഞാനിപ്പോ ഞാൻ സ്ക്രീനൊക്കെ ഷെയർ ചെയ്യും, സ്ലൈഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ കൂട്ടത്തിൽ നെറ്റ് ഇപ്രാവശ്യം ഈ ഡിസംബർ മാസത്തിൽ വരുന്ന നെറ്റ് എക്സാമിൽ എന്തായാലും നെറ്റ് അടിക്കണം ഉറപ്പ് എന്നുള്ളതല്ല, ഏറ്റവും നല്ലൊരു അതിയായ ആഗ്രഹമുള്ള ആൾക്കാർ എന്താ ഹാൻഡ് റൈസ് ചെയ്യോ? ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ഒന്ന് നേടിയെടുക്കണം
എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലെ. ഓക്കെ, പല ആൾക്കാരും എനിക്ക് പരിചയമില്ലാത്ത പേരുകളുണ്ട്. അപ്പോ ഓക്കെ, ഇത്രയും ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പലപ്പോഴും എന്റെ ക്ലാസ്സിൽ ഓറിയന്റേഷൻ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പൊതുവെ ചെയ്യിപ്പിക്കുന്ന ഒരു സാധനം, ഞാനിപ്പോ എന്റെ ചാറ്റ് ബോക്സിൽ ഞാനൊരു സാധനം കാണിക്കും. നിങ്ങൾക്ക് ശരിക്കും ഒരു നെറ്റ് മാത്രമല്ല, ശരിക്കും JRF കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ എന്താ പറയാ, നമുക്കൊരു JRF കിട്ടുന്നത്, നമുക്ക് നെറ്റ് കിട്ടുന്നതൊക്കെ നമ്മൾ സങ്കല്പിക്കണ്ടേ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു സാധനം ഞാൻ ടെക്സ്റ്റ് ചെയ്യാൻ പോവാണ്. അത് നോക്കിയിട്ട് എത്ര പേർക്ക് അതിയായ ആഗ്രഹമുണ്ട് ഈ ഡിസംബറിൽ നടക്കുന്ന നെറ്റ് എക്സാം തന്നെ അടിച്ചിരിക്കുന്ന, നെറ്റല്ല JRF തന്നെ അടിച്ചിരിക്കുന്ന എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു നല്ല കത്തിക്കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടെക്സ്റ്റ് ചെയ്യാം. ഞാൻ സാധനം ടെക്സ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതേ മോഡലിൽ നിങ്ങൾക്ക് ചെയ്യണം. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇതാണ്, സ്പീഡിൽ ഞാൻ ടൈപ്പ് ചെയ്തതുകൊണ്ട് വന്നതാണ്. ഞാൻ 2019 നവംബർ മാസത്തില് ഞാൻ കണ്ടിട്ടുള്ള റിസൾട്ടാണ് എന്റെ സ്കോർ നെറ്റിന്റെ റിസൾട്ട് വന്ന ദിവസം എന്റെ ആ ഒരു UGC നെറ്റിന്റെ റിസൾട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള ആ ഒരു വാക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടുള്ളത്. അത് കണ്ട സമയത്ത് ഞാൻ ഞാൻ അന്ന് വരെ ജീവിതത്തിൽ ആഗ്രഹിച്ചത്, അത്രയും ആഗ്രഹിച്ചിട്ട് അത്രയും ഞാൻ സ്വപ്നം കണ്ടുള്ള ഒരു റിസൾട്ട് ഞാൻ നേരെ മുന്നിൽ കാണുന്ന ഒരു ദിവസമായിരുന്നു അത്. അപ്പൊ നിങ്ങൾക്ക് ഈ തവണ UGC നെറ്റും JRF നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടണം ആഗ്രഹമുണ്ടെങ്കിൽ, അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ താഴേക്ക് ഇതുപോലെയുള്ള ക്വാളിഫൈസ് നല്ല ക്വാളിഫൈഡ് ആണെന്ന് വേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ പേര് എഴുതുക, അതിനും കൂടെ നിങ്ങൾ എന്താണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത് അത് ചാറ്റ് ബോക്സിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. ആദ്യമായിട്ട് നമ്മൾ അതിനൊന്ന് ഇമാജിൻ ചെയ്യാം, നമുക്ക് ഇപ്രാവശ്യം UGC നെറ്റും JRF കിട്ടാൻ പോകും. ആദ്യം നമ്മൾ അതിനൊന്ന് മനസ്സിൽ ഉറപ്പിച്ച് നിർത്തണമല്ലോ, എന്നിട്ട് നമ്മൾ ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ കേട്ടറിന്റെ ക്ലാസ് ആണോ വിചാരിച്ച് കയറിയ ആൾക്കാരുണ്ടോ? ഇന്ന് UGC നെറ്റിന്റെ ക്ലാസ് ആണ് കേട്ടോ നടക്കുന്നത്. ആരും ടൈപ്പ് ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ കുറച്ച് ടൈം വേണമല്ലോ അല്ലെ, എന്നൊന്ന് ടൈപ്പ് ചെയ്തൊന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആരതിയാണ് ആദ്യം. ഓക്കെ, ആരതി, ഹരിപ്രസാദ്, അമൃത, സോന, ഓക്കെ, ഇവരൊക്കെ എന്താ പറയാ, എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അത് തന്നെ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, നസീന, ഓക്കെ, ഗയ, ഓക്കെ. അപ്പൊ എല്ലാരും കുറെ ആൾക്കാർ നമ്മളെ ഈ ഒരു ഫാത്തിമ സുഹൈർ, ഓക്കെ, ബിജി, അക്ഷയ, ഓക്കെ, എല്ലാരും ഇഷ്ടം പോലെ ആൾക്കാർ നെറ്റും JRF ഒക്കെ ഇങ്ങനെ. ഓക്കെ, അസ്ന, ജി, ദേവിക, അഭിന, ഇപ്പൊ തിരുതരാ വരികയാണ് അല്ലെ. ഇപ്പം ഈ ഒരു സർക്കിൾ തന്നെ ഇഷ്ടം പോലെ JRF നെറ്റുകാരൊക്കെ ഇപ്രാവശ്യം നമുക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും നമുക്ക് ഒന്നുമില്ലെങ്കിൽ, നമ്മളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ, നമുക്ക് ഭയങ്കര നമുക്ക് പ്രാവശ്യം ഒന്നും പഠിച്ചില്ലല്ലോ, അല്ല ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും, സൈന, ഓക്കെ, താങ്ക് യു, വൈഷ്ണവി. അപ്പൊ ഈ ഒരു സാധനം നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അതാണ് ആദ്യം വേണ്ടത്. അതുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോഴും നമുക്ക് സമയം വൈകിട്ടില്ല. എന്താണ്, ഡിസംബറിലാണ് നെറ്റ് എക്സാം നടക്കാൻ പോകുന്നത്. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികളോട് കൂടിയിട്ട്, കൃത്യമായിട്ടുള്ളൊരു പരിശീലനത്തോട് കൂടിയിട്ട്, കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് JRF കിട്ടുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കൃത്യമായിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ മതി. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കാം. ഇനി ഒരു ഹിന്ദി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അഷിത, അനഘ, അഞ്ജന ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അശ്വതി, നിരഞ്ജന, ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഞാൻ എഴുതിയതൊക്കെ ഞാൻ കണ്ടു. അപ്പോ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കേൾക്കുക. ഒരു ഹിന്ദി വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം പല കാര്യങ്ങൾ വളരെ നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്കുകളുണ്ട്. വളരെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നെറ്റിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന മാർഗങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പോവാം. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓക്കെ പറഞ്ഞാൽ മതി. എന്റെ ഈ ഒരു സ്ക്രീന് നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. UGC നെറ്റ് എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ
ഇന്നും നാളെ നടക്കാനുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു സംഗതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാണേ. ക്രാക്ക് JRF ഇൻ ഹിന്ദി. നമ്മൾ ഇവിടെ നെറ്റ് കിട്ടുന്ന കാര്യം പോലും അല്ല കേട്ടോ പറയുന്നത്. ശരിക്ക് കുന്നോളം ആഗ്രഹിക്കുകയാണെങ്കിൽ കുന്നിക്കുരുകളോളം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അതിയായിട്ട് നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ബെസ്റ്റ്, അതിന്റെ ഒരു മാക്സിമം നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കൊരു ദൈവം എവിടെ എന്താണോ ആഗ്രഹിക്കുക അത് കൊടുത്താൽ പോലെ നല്ല ആലോചിക്കുക. അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഡ്രീം ചെയ്യുകയാണെങ്കിൽ ആ രൂപത്തിലേക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റും. സോ നിങ്ങൾ ഒരു 30 വയസ്സിൽ കുറഞ്ഞിട്ട് എന്താ പറയുക 30 വയസ്സിൽ കൂടിയ ഒരാളല്ലെങ്കിൽ, 30 വയസ്സാണല്ലോ ശരിക്കും JRF എഴുതാൻ പറ്റുന്ന ഒരു ടൈം. അപ്പൊ ബാക്കിയുള്ള എന്താ പറയാ അതിലൊരു താഴെ വരുന്ന ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ള ആളാണെങ്കിലും നിങ്ങൾ എത്ര പഠിച്ചോ പഠിച്ചില്ലയോ എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നെറ്റല്ല, ക്രാക്ക് JRF ഇൻ ഹിന്ദി. ഓക്കെ, JRF ഇൻ ഹിന്ദി അത് പോസിബിൾ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ആലോചിക്കും. ഭയങ്കര ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് എക്സാം. ഇതൊക്കെ ശരിക്കും UGC നെറ്റ് ഒക്കെ കിട്ടാൻ തന്നെ ഭയങ്കര ഒരു പാടല്ലേ. ഇപ്പൊ പിന്നെ JRF ഒക്കെ എങ്ങനെയാണ് കിട്ടാന്ന് വെക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല. ശരിക്കും നിങ്ങൾക്ക് ഇനി UGC നെറ്റ് കോച്ചിങ്ങിൽ പഠിപ്പിക്കാൻ വരുന്ന മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുള്ള ആളുകൾ നെറ്റ് അടിച്ചിട്ടാണ് JRF അടിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരിക്കലും കിട്ടാത്ത സാധനം എന്നല്ല. പ്രത്യേകിച്ച് ഇതിന് മുന്നേ ഒന്നും കൂടി പറയാണ്, ഞാൻ പഠിക്കുന്ന കാലത്ത് ഹിന്ദി എന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ എനിക്ക് കാണാൻ പറ്റും ഈ ഓഡിയൻസിൽ. അപ്പോ ശരിക്കും അവരോട് ചോദിച്ചാൽ തന്നെ അറിയാം, ഞാനൊരു ക്ലാസ്സിൽ ഏറ്റവും ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒന്നല്ലായിരുന്നു. ഒരു ആവറേജ് അല്ലെങ്കിൽ കുറച്ച് ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആ റേഞ്ചിൽ മാത്രം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷെ എന്റെ ബാച്ചില് ശരിക്ക് എന്റെ കോഴിക്കോട് ആർട്സ് കോളേജിൽ എടുക്കുകയാണെങ്കിലും ഞാൻ ഇഫ്ലൂർ പോയതിനു ശേഷമാണെങ്കിലും ഒക്കെ ആദ്യമായിട്ട് എന്റെ ക്ലാസ്സിൽ നിന്ന് നെറ്റ് കിട്ടുന്നത് എനിക്കാണ്. ഓക്കെ, നെറ്റ് JRF കിട്ടുന്നത് എനിക്കാണ്. അപ്പോ എന്താണ് ഞാൻ ഇത്ര ഒരു വലിയൊരു ഇപ്പോഴും എന്നോട് ഹിന്ദി സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഒരു വിദഗ്ധ അഭിപ്രായമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ഒരു JRF ഇത്ര പെട്ടെന്ന് എനിക്ക് കിട്ടി, നെറ്റ് എത്ര പെട്ടെന്ന് കിട്ടി എന്നുള്ളതാണ് ഞാൻ ഇതിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കും കിട്ടാം. എനിക്ക് ഈ പറഞ്ഞ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്ന എനിക്ക് ഓക്കെ ഇത്ര പെട്ടെന്ന് നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം കൂടി ഇവിടെ ഞാൻ വിശദീകരിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം എല്ലാവരും തയ്യാറാണെന്ന് വിചാരിക്കുന്നു. ക്രാക്ക് JRF ഇൻ ഹിന്ദി. ഓക്കെ, സോ यह प्रस्तुति UGC नेट के हिंदी संस्करण की महत्ता और तैयारी के लिए रणनीतियों पर केंद्रित है. इसमें परीक्षा की चुनौतियों और सफलता के टिप्स शामिल है. നിങ്ങൾ ഈ സ്ലൈഡിനകത്ത് ഹിന്ദി കണ്ടിട്ട് ഞെട്ടണ്ട. നമ്മൾ ചെറിയ ചെറിയ സ്ലൈഡുകളാണ്. ഞാൻ കൂടുതലായിട്ട് എന്റെ സംസാരമാണ് ഇതിനകത്ത് കാര്യമായിട്ട് ഉണ്ടാകുക. ഇടയ്ക്കൊക്കെ നമുക്ക് ഇതേപോലെ ഹിന്ദി കാണാം. എന്താണ് ഇതിന്റെ UGC നെറ്റ് എഴുതാൻ പോകുന്നതിനുള്ള ടാക്ടിക്സ് ടെക്നിക്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് നിങ്ങളോട് സംവദിക്കാം എന്ന് വിചാരിക്കുകയാണ്. ആദ്യമായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് UGC നെറ്റിന് ഹിന്ദി ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കേരളത്തിലുള്ള പല കോളേജുകളിലും ഒക്കെ ആയിട്ട് ഹിന്ദി പഠിച്ചിട്ടുള്ള, ഹിന്ദി ഒരു മെയിൻ ആയിട്ടുള്ള സബ്ജക്ട് PG പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് പറയാൻ സാധിക്കും, ഉറപ്പാണ് അല്ലെ? എങ്ങനെയാണ് ശരിക്കും ഞാൻ കണ്ടെടുത്തോളം എന്റെ ഒരു വേറെ എല്ലാ സബ്ജക്റ്റുകളും നോക്കുകയാണെങ്കിൽ ശരിക്കും കൊമേഴ്സ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും സയൻസ് സബ്ജക്ട് ആയിക്കോട്ടെ, ഈവൺ ഒരു ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് ഒക്കെ ആയിക്കോട്ടെ, നമുക്ക് പലപ്പോഴും പല ആൾക്കാരും പഠിച്ചിട്ട് പോകുന്നത് നമ്മൾ കാണുന്നത് പറയുകയാണെങ്കിൽ ഡിഗ്രി കഴിയും, PG കഴിയും, പിന്നെ PhD. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ശരിക്കും ഇപ്പോഴും നമ്മുടെ ഹിന്ദിക്കാർക്കുള്ള ഒരു സ്കോപ്പ് എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമ്മളൊരു കംഫർട്ടബിൾ സോണിൽ, ഒരു കംഫർട്ട് സോണിലാണുള്ളത്. സാധാരണ അങ്ങനെ ഞാൻ കണ്ണടച്ച് പറയല്ല, ശരിക്കും നിങ്ങൾക്ക് തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ശരിക്കും ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG, ഒരു BEd കൂടി ഉണ്ടെങ്കിൽ ശരിക്കും കുറച്ച് നന്നായിട്ടൊന്ന് എഫേർട്ട് എടുത്തിട്ട് ഒരു UPS ഒരു JLT എക്സാമോ അല്ലെങ്കിൽ HSST എക്സാമോ HSA എക്സാമോ ഒക്കെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മനുഷ്യന്മാരായിരിക്കും ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സാധാരണയായിട്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് ശരിക്ക് അത് കുറെ ആൾക്കാർ പ്ലേസ്ഡ് ആയിട്ടൊക്കെ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഹിന്ദി അത്യാവശ്യം നല്ലൊരു സബ്ജക്ട് തന്നെയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത്. പക്ഷെ ഞാനിപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ
എത്ര ആളുകൾ ഈ റിസർച്ച് ഫീൽഡിലേക്ക് വരുന്നുണ്ട്? ഓക്കെ, UGC നെറ്റൊക്കെ വാങ്ങിയിട്ടുള്ള JRF ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ആ ഒരു കംഫർട്ടബിൾ ഉണ്ട്. ഒരു വെറുതെ ഒരു UP സ്കൂളിലോ വെറുതെ ഒരു ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയിലോ പഠിക്കുന്നതിനപ്പുറം കുറച്ചൊന്ന് എഫേർട്ട് എടുത്തിട്ട് ഈ UGC നെറ്റും JRF ഒക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പല രൂപത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഈ ഒരു മേഖലയിലേക്ക് പല ആളുകളും എത്തുന്നില്ല. കാരണം പലതുണ്ട്. ഇപ്പൊ അവിടെ B.Ed എന്നുള്ളൊരു സാധനമുണ്ട്, ടീച്ചിങ്, സ്കൂൾ ടീച്ചിങ്ങിലേക്ക് പല ആൾക്കാരും പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള കോളേജ് ടീച്ചേഴ്സ്, കൃത്യമായിട്ട് നെറ്റും JRF ഉള്ള കോളേജ് ടീച്ചേഴ്സ് തന്നെ ശരിക്കും നമ്മുടെ നാട്ടിൽ അത്ര അവൈലബിൾ അല്ല എന്നുള്ളതാണ് സത്യമാണ്. ഓക്കെ, എപ്പോഴും നെറ്റ് ഉള്ള ആളുകൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ഗസ്റ്റ് ലെക്ചറർ ആയിട്ടെങ്കിലും നമുക്ക് നാട്ടിൽ കോളേജിൽ നെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് JRF ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നല്ല രൂപത്തിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ ഗസ്റ്റ് ആയിട്ടൊക്കെ പഠിപ്പിക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവിടെ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ, കേരളത്തിലുള്ള ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ഹിന്ദി പഠിപ്പിക്കുന്ന ഒരു ഗസ്റ്റ് ലെക്ചറർക്ക് ഒരു മാസത്തിൽ എത്ര രൂപ ഏതാണ്ട് സമ്പാദിക്കാൻ പറ്റും? നെറ്റുള്ള ഒരാളായിരിക്കുകയാണെങ്കിൽ. ഞാൻ കേരളത്തിലല്ല കേട്ടോ പഠിപ്പിക്കുന്നത്, ഞാൻ തമിഴ്നാട്ടിലാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? എത്ര ചാറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? ഒരു മാസം UGC നെറ്റുള്ള ഒരു ഹിന്ദി ഒരു പ്രൊഫസർക്ക് അല്ലെങ്കിൽ ഒരു ഹിന്ദി ഗസ്റ്റ് ലെക്ചറർക്ക് എത്ര മാസം കിട്ടുന്നുണ്ടാവും? ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം യെസ് ഹരിപ്രസാദ് പറഞ്ഞു. എനിക്ക് ഹരിപ്രസാദ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒതനാണ് ഞാൻ പറയാൻ വിചാരിച്ചത്. ഇപ്പൊ ശരിക്കും ഒരു ദിവസം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആ ആൾക്ക് നെറ്റ് ഉണ്ടെങ്കിൽ 2200 രൂപ വരെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും എന്നുള്ള. ഒരു ദിവസം 2200, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ക്ലാസ് ഉള്ള ഒരു മാസം ഒരു 20 വർക്കിംഗ് ഡേ ആണെന്ന് വെച്ചോട്ടെ, ഒരു ഡെയിലി വെച്ചിൽ നമുക്ക് 2000 വെച്ച് കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു 40,000 രൂപയൊക്കെ മാസത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെറും താൽക്കാലിക ഒരു ആളായിട്ട് മാത്രം തന്നെ നമുക്ക് ഇത്രമാത്രം ശരിക്കും ഈ ഒരു നെറ്റ് ക്വാളിഫിക്കേഷനിൽ സമ്പാദിക്കാൻ പറ്റും എന്നുള്ളതാണ്. വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾ PhDക്ക് പോയിട്ടില്ലെങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ PhDക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇനിയിപ്പോ JRFോട് കൂടിയിട്ടൊക്കെ നിങ്ങൾ PhDക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു മാസം, നിങ്ങൾ വെറും ഒരു 10 മാസം നിങ്ങളുടെ അക്കാദമിക് ഇയർ എടുക്കുക കേട്ടോ. ഓക്കെ, ഒരു PhD ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ജൂൺ മുതൽ ഒരു മാർച്ച് വരെയുള്ള ഒരു സമയം ആയിക്കോട്ടെ, നിങ്ങൾ ഫെലോഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം അല്ല ഒരു 10 മാസം കൊണ്ട് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പൈസ പറഞ്ഞാൽ 3,70,70,000 രൂപ നിങ്ങൾക്ക് വെറും PG കഴിഞ്ഞിട്ട് ജസ്റ്റ് JRF ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് PhDക്ക് പോകാണെങ്കിൽ കിട്ടും. അത് പ്ലസ് ബാക്കിയുള്ള അലവൻസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരും കേട്ടോ. പ്രത്യേകിച്ച് ഒരു HRA ഹൗസ് റെന്റ് അലവൻസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു PhD സ്കോളർക്ക്, JRF ഉള്ള ഒരു PhD സ്കോളർക്ക് കിട്ടുന്ന ഒരു പൈസ എന്ന് പറയുകയാണെങ്കിൽ ഒരു 37 പ്ലസ് ഒരു സ്ഥലത്തിനനുസരിച്ച് റൂമിന്റെ വാടക തരുന്നത് മാറും. ഏതാണ്ട് ഒരു 45,000 രൂപ നമുക്ക് ഒരു മാസത്തിൽ കിട്ടും. ഒന്നാലോചിച്ച് നോക്കുക, എത്രമാത്രം വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ? അപ്പൊ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മളൊരു കഴിവോ നമ്മൾ ചെറിയൊരു എഫേർട്ടും എടുത്തു കഴിഞ്ഞാൽ വെറുതെ കുറച്ച് സ്കൂളുകളിലും പഠിപ്പിക്കുന്നതുമായിട്ട് അത് ഒരു മോശമെന്നല്ല പറയുന്നത്. പക്ഷെ അതിനാവശ്യത്തിനുള്ള ആളുകളുണ്ട്. നിങ്ങൾ അവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അടി കൂടുകയല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വിശാലമായിട്ട് കിടക്കുന്ന വലിയ ഓപ്പർച്യൂണിറ്റികൾ അല്ലാതെ തന്നെ ഉണ്ട്. കാര്യമായിട്ടൊന്ന് നിങ്ങളൊന്ന് എഫേർട്ട് എടുക്കണം. ശരിക്കും UGC നെറ്റ് JRF നിങ്ങൾ പാസ്സായാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ PhD കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ UGC നെറ്റ് ഇപ്പൊ വളരെ പ്രധാനമാണെന്ന് പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ, ഇനി നിങ്ങൾ ഇപ്പൊ PhDക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ PhDക്ക് ആഗ്രഹമുള്ള ആൾക്കാരെ പലപ്പോഴും ഉണ്ടായി കൂട്ടത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങൾക്ക് UGC നെറ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 3 സ്റ്റെപ്പുകളാണുള്ളത് അല്ലെ. ഒന്ന്, ഏറ്റവും നല്ല മാർക്കുള്ള ആൾക്കാർക്ക് JRF കിട്ടും. അത്ര മാർക്ക് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലി എന്നുള്ള സാധനം കിട്ടും. ഇനി അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെ കാലാവധിയിലേക്കുള്ള PhD അഡ്മിഷൻ ഓൺലി എന്നുള്ള സാധനം കിട്ടും. ഇനിയുള്ള കാലത്തേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു PhD ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു നെറ്റ് ക്വാളിഫിക്കേഷൻ നിർബന്ധമായിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ ഒരുപാട് കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത് ചോദിക്കാൻ തുടങ്ങി. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇനി യോഗ്യതയായിട്ട് അത് ആപ്ലിക്കേഷനിൽ പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പറയേണ്ടി വരുന്ന സാഹചര്യം വരാണ് നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചോദ്യം. നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിലയുണ്ട്, നെറ്റ് ഇല്ലെങ്കിൽ അത്ര വിലയില്ല.
ഭാഗ്യം കൊണ്ട് മാത്രം നിങ്ങൾക്ക് PhD ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോകും. ഇപ്പോഴത്തെ സ്ഥിതിയല്ല, പക്ഷെ ഇനി അടുത്ത വർഷവും ഇനി മേലിലേക്കുള്ള വരുന്ന വർഷങ്ങളിലേക്കൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പൊ നെറ്റ് എന്നുള്ളൊരു സാധനം വെറുതെ ഒരു സാധനമല്ല, നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാര്യമുണ്ട് എന്നുള്ള ഉറപ്പാണ്. ഓക്കെ, എന്റെ ഒരു അറിവിൽ നെറ്റ് കിട്ടിക്കൊണ്ട് ഞാനിപ്പോ എന്റെ ആർട്സ് കോളേജിൽ പഠിച്ചിട്ടായിക്കോട്ടെ, എന്റെ ഹൈദരാബാദ് പഠിച്ചിട്ടായിക്കോട്ടെ, ഹിന്ദിയിൽ ഇതുവരെ നെറ്റ് കിട്ടിയിട്ട് ഒരു മനുഷ്യൻ പോലും വെറുതെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു സൈൻ. ഞാൻ ഒരുപാട് ആൾക്കാരെ കാണുന്നതല്ല, ശരിക്കും ഒരാൾ പോലും ഹിന്ദിയിൽ നെറ്റും JRF അടിച്ചിട്ട് വെറുതെ അയാളൊരു കരിയർ ബാക്കിലായി പോയി എന്നുള്ളൊരു സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല സ്കോപ്പുള്ള സാധനം. ചിലപ്പോൾ ഇംഗ്ലീഷ് ചിലപ്പോൾ കണ്ടേക്കാം, വേറെ ഏതെങ്കിലും സബ്ജക്ട് ചിലപ്പോൾ കണ്ടേക്കാം. ഹിന്ദിയിൽ ആ ഒരു കേസ് ഇതുവരെ വന്നിട്ടില്ല. നല്ല സ്കോപ്പുള്ള സാധനം തന്നെയാണ് ഇത്. ഇനി ഫെലോഷിപ്സ് ആൻഡ് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പല ആൾക്കാരും കൂട്ടത്തില് ഇപ്പൊ BEd ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഫെലോഷിപ്പ് തുകകളെ കുറിച്ചൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അറിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ ഒരു ഉത്തരം. ഒരു മാസത്തിൽ തന്നെ ഒരു 45,000 രൂപ വരെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന, ഒരു മിനിമം 45,000 രൂപ വരെയൊക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കരിയറാണ്. ഒരു ജോലി പോലെ തന്നെ നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ശരിക്ക് അത്ര വലിയൊരു രസമൊന്നും ഉണ്ടാവില്ല. കാരണം കുറെ വർക്ക് ലോഡ് ഉണ്ടാവും. ഒരാള് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ സ്കൂൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആണെങ്കിലും കുറെ വർക്കുകൾ തീർക്കാനുണ്ടാവും. പക്ഷെ PhD എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഏരിയയിൽ നിങ്ങൾക്ക് വേണ്ടത്ര സമയം ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ സാധനം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസരം തരികയാണ്. ശരിക്കും ഞാനൊക്കെ എൻ്റെ ഒരു PhD പീരീഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ആസ്വദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഫെലോഷിപ്പിനാണെങ്കിൽ നമുക്ക് അതിന്റെ കയ്യിൽ പൈസ ഉണ്ട്. ഞാൻ ഒരുപാട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, തരത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് സഞ്ചരിക്കാനും അല്ലാതെ തന്നെ ഒരുപാട് യാത്രകളൊക്കെ നടത്താനൊക്കെ പറ്റിയിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഉള്ളൊരു ഗേറ്റ് വേ എന്താണ്? നമുക്ക് ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമുക്ക് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മളുടെ കയ്യിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ്, നമ്മുടെ കയ്യിലുള്ള ആ നെറ്റ് അല്ലെങ്കിൽ JRF എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഒരു വലിയൊരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ തമിഴ്നാട്ടിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഞാൻ പഠിപ്പിക്കുന്ന കോളേജ് ആയിക്കോട്ടെ, വേറെ എവിടെ ആയിക്കോട്ടെ, ഇവിടെ തന്നെ ശരിക്കും പല കോളേജുകളിലും പല സ്ഥാപനങ്ങളിലൊക്കെ PhD ആൾക്കാർക്ക് സുഖമായിട്ട് PhD പലപ്പോഴും എന്താ പറയാ, ചിലപ്പോൾ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളുണ്ട്, കുറച്ച് നന്നായിട്ട് ബുദ്ധിമുട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ഇവിടെയൊക്കെയാന്ന് പറയുകയാണെങ്കിൽ എവിടെയാണെങ്കിലും നെറ്റിൻ്റെതായിട്ടുള്ള ഒരു വിലയുണ്ട്. അത് വെറുതെ ഒരാൾക്കും എഴുതിയാൽ കിട്ടുന്ന സാധനം അല്ലാന്ന് മനസ്സിലാവും. JRF ആണെങ്കിൽ പ്രത്യേകിച്ചും ആ ഒരു വില നമുക്ക് എവിടെ പോവാണെങ്കിലും കിട്ടുകയും ചെയ്യും. അപ്പൊ ദാറ്റ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ UGC നെറ്റ് ഇൻ ഹിന്ദി എന്നുള്ളതാണ്. ഹിന്ദി മാത്രമല്ല, നെറ്റിന്റെ ഏതൊരു കാര്യമാണെങ്കിലും. അപ്പൊ ഇതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിന്റെ ഒരു കാര്യം പറയാനുള്ളത് കേട്ടോ. ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞ കരിയർ ഗ്രോത്ത് ത്രൂ UGC നെറ്റ്, ഓൾറെഡി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഏറ്റവും നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് PhD ചെയ്യാനും ഒരുപാട് പ്രൊജക്റ്റുകൾ നമുക്ക് ചെയ്യാനും ഒരുപാട് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നെറ്റുകാരുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഞാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ. ഓക്കെ, ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കട്ടെ. ഇതില് നിങ്ങൾ എത്ര ആളുകള് വിശ്വസിക്കുന്നുണ്ട് ഈ UGC നെറ്റ്? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി കേട്ടോ. UGC നെറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന സാധനമാണ്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. അങ്ങനെ തോന്നലുള്ളിലുണ്ടെങ്കിൽ. ഓക്കെ, സുരഭി പറഞ്ഞു. ഓക്കെ, സുരഭി, അക്ഷയ, ഓക്കെ, ബിജി, സൈന ജി, ഓക്കെ, ദേവിക, ആർക്കോ കുറേ ആൾക്കാർക്ക് അങ്ങനെ ധാരണ ഉണ്ട്. അത് കുറെയൊക്കെ ശരിയാണ് കേട്ടോ. നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ UGC നെറ്റും JRF കിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ പ്രത്യേകിച്ച്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഹിന്ദിക്കാർക്ക് പ്രത്യേകിച്ച്. ഓക്കെ, ഇവിടെ എന്റെ ക്ലാസ്സിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ എന്റെ സീനിയേഴ്സ് ആയിക്കോട്ടെ, എന്റെ ജൂനിയേഴ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഹിന്ദിയിൽ തന്നെ ഒരുപാട് നല്ല വായനയുള്ള നല്ല ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് പലപ്പോഴും നെറ്റ് കിട്ടാത്ത ഒരു ധാരണ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നല്ല പഠിക്കും, ഐ മീൻ നല്ല ചിലപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ വരെ നമുക്ക് റാങ്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഹിന്ദി സാഹിത്യത്തിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വരും. നന്നായിട്ട് എഴുതുന്ന കുട്ടിയായിരിക്കാം, നന്നായി വായിക്കാൻ പറ്റുന്ന കുട്ടിയായിരിക്കാം. നമുക്ക് ഒരു നോളജിന്റെ ബേസിൽ, നമുക്കുള്ള അറിവിന്റെ ബേസിലാണെങ്കിലും ചിലപ്പോൾ ആ കുട്ടി ഏറ്റവും നല്ലൊരു കുട്ടിയായിരിക്കാം. പക്ഷേ അവിടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വ്യത്യസ്തത പറഞ്ഞാൽ ആ കുട്ടിക്കും UGC നെറ്റിന്റെ കാര്യത്തിൽ
UGC നെറ്റിന്റെ കാര്യത്തിൽ അയാൾക്കും അയാൾക്കും ഒരു നെറ്റോ അല്ലെങ്കിൽ JRF കിട്ടും എന്ന് പറയാൻ പറ്റൂല എന്നുള്ളതാണ്. ഇതുവരെ ഞാൻ കുറെ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു. ഇപ്പൊ പറയുന്നത് എന്താണ്? കിട്ടൂല, നെറ്റ് കിട്ടൂല എന്നൊക്കെയാണല്ലേ പറയുന്നത്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്ലൈഡിൽ നോക്കി കാണാം. UGC നെറ്റ് ആൻഡ് JRF ഈസ് നോട്ട് ഫോർ ഇന്റലക്ച്വൽസ് ബട്ട് കോമ്പറ്റീറ്റേഴ്സ്. നിങ്ങൾ ഒരുപാട് അറിവുള്ള ആളാണോ, നിങ്ങൾക്ക് ഹിന്ദി സാഹിത്യത്തിൽ നിങ്ങൾ ഒരു വിദ്വാനാണോ എന്നുള്ള സാധനം ചെക്ക് ചെയ്യാനല്ല ദയവ് ചെയ്തിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടത്. നെറ്റ് എന്ന് പറഞ്ഞ സാധനം, ഓക്കെ, നെറ്റ് എന്നുള്ള ഒരു സാധനം നിങ്ങൾക്ക് അത് കോമ്പറ്റീറ്റേഴ്സിനുള്ളതാണ്, മത്സരിക്കുന്ന ആളുകൾക്കുള്ളതാണ്. ഓക്കെ, UGC നെറ്റ് എന്നുള്ളത് ഒരു 300 മാർക്കല്ലേ, 300 മാർക്കിന് ചോദിക്കുന്ന അല്ലെങ്കിൽ 150 ചോദ്യങ്ങൾ ചോദിക്കുന്ന 3 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി തീർക്കേണ്ട ഒരു എക്സാം ആണ്. ഓക്കെ, ആ എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു, ആ ടൈമിന് നിങ്ങൾക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു, ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്കില്ലുകൾ അതിന്റെ കൂടെ വരുന്നുണ്ട്. ഈ തരത്തിലുള്ള സ്കില്ലുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള സ്ട്രാറ്റജി ഉണ്ട്, നന്നായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റീഡിങ്ങും ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UGC നെറ്റ് കിട്ടുന്നതല്ല. പ്രത്യേകിച്ച് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഹിന്ദിയിലെ UGC നെറ്റ് എന്നൊക്കെ നമ്മൾ പൊതുവെ പറയുമെങ്കിലും അത് പേപ്പർ 1ഉം പേപ്പർ 2ഉം ആണെന്ന് അറിയാത്ത ആൾക്കാരില്ലല്ലോ, അല്ലേ? UGC നെറ്റ് പേപ്പർ 1ഉം പേപ്പർ 2ഉം ആണ് ഉണ്ടാവുക. അപ്പം ശരിക്കും നല്ലൊരു ഇന്റലക്ച്വൽ ആണെന്ന് വെച്ചോ, നന്നായിട്ട് ഹിന്ദി അറിയാം, പക്ഷെ അയാള് പേപ്പർ 1 എന്നുള്ളൊരു സാധനത്തിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്തിട്ട് പോലും ഇല്ലെങ്കിൽ അയാൾക്ക് നിർഭാഗ്യകരമായിട്ട് നമുക്ക് പറയേണ്ടി വരും, അയാൾക്ക് UGC നെറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്, JRF കിട്ടാനുള്ള സാധ്യത അതിലും കുറവാണ്. എന്താ നമുക്ക് രണ്ടിലും ആ 150 മാർക്കിന്റെ അകത്ത് ഒരു 200 മാർക്കിന്റെ മോളോടൊക്കെ വാങ്ങുന്ന ആൾക്കാർക്കാണല്ലോ ഇതിന്റെ സാധ്യത ഉള്ളത്. അല്ലെങ്കിൽ ഒരു ശതമാനക്കണക്ക് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 55% അല്ലെങ്കിൽ 60% മോളോട്ട് വാങ്ങുന്ന ആൾക്കാർക്കാണല്ലോ ഇതിന്റെ സാധ്യത ഉള്ളത്. അപ്പം നന്നായിട്ട് നോളജ് വേണം എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ ആ നോളജിനെ കൃത്യമായിട്ട് ഒരു MCQ ലെവലിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക, ആ കൃത്യമായിട്ട് ആ MCQ എക്സാം എഴുതി പരിശീലനം റെഡിയാക്കി കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും എന്റെ ഒരു വിജയം എന്നാണ് എനിക്കതാ തോന്നിയത് കേട്ടോ. ശരിക്കും എനിക്ക് ഇത്ര നേരത്തെ UGC നെറ്റും JRF കിട്ടേണ്ടി വന്നു പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എഴുതിയിട്ടുള്ള രണ്ടാമത്തെ ഞാൻ PG ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എഴുതാൻ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു 2018 ഡിസംബറിലാണ് ഞാൻ ആദ്യം നെറ്റ് എക്സാം എഴുതാൻ പോകുന്നത്. അന്ന് എനിക്ക് സിലബസ് ഒന്നും അറിയില്ലായിരുന്നു, എന്താണ് എഴുതാൻ പോകുന്നത് ഒന്നും അറിയില്ലായിരുന്നു, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്നും എഴുതാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില് PG ഫസ്റ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ നെറ്റ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ടോ? ഓക്കെ, ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കുറച്ചൊക്കെ നെറ്റ് എഴുതി തയ്ക്കാൻ വന്ന ആൾക്കാർ, ഓക്കെ, ആദ്യമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, സൈന. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ എഴുതാൻ പോയി, ഇനി ഞാൻ അടിപൊളിയായിട്ട് തോറ്റ് പോന്നു, കാരണം എനിക്ക് സിലബസ് പോലും അറിയില്ലായിരുന്നു. രണ്ടാമതായിട്ട് ഞാൻ പോയ സമയത്ത് എനിക്ക് എന്റെ രണ്ടാമത്തെ ചാൻസിൽ നെറ്റ് കിട്ടിയെന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു, ഏതാണോ അന്ന് ഉണ്ടായിരുന്ന കട്ട് ഓഫ്, ആ കട്ട് ഓഫ് ജസ്റ്റ് ഒന്ന് ചാടി കടന്നു മാത്രമേ എനിക്ക് ഫസ്റ്റ് ടൈമിൽ നെറ്റ് കിട്ടിയ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ശരിക്ക് ഞാൻ നന്നായിട്ട് ഒരുപാട് PSC പരീക്ഷകളും ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുകളും ഒരുപാട് ക്വിസുകൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. ശരിക്കും ആ സമയത്ത് എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു MCQ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ രൂപത്തിൽ പഠിക്കാനുള്ള ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവുമല്ലോ. പലപ്പോഴും PSC ഒക്കെ എഴുതിയിട്ടുള്ള ഒരു സാധനമൊക്കെ ആ രൂപത്തിലുള്ള ഒരു കാര്യം കൂടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു രൂപത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് സിലബസ് നന്നായി മനസ്സിലാക്കുക, കുറച്ചുകൂടി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നന്നാവും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് UGC നെറ്റ് എക്സാം ആകുമ്പോഴേക്ക് ആ രൂപത്തിലുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് കർശനമായിട്ട് പറയാൻ വിചാരിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് പറയാൻ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള സാധനമാണ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. ബാലൻസിങ് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എഫക്റ്റീവ്ലി. ഓക്കെ, ഇതിൽ കൂട്ടത്തിൽ ഞാൻ ഇനി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ കൂട്ടത്തില് പേപ്പർ 1 കുറച്ച് ടഫാണ് എന്ന് അഭിപ്രായമുള്ള എത്ര പേരുണ്ട് കൂട്ടത്തില്? പേപ്പർ 1 പ്രത്യേകിച്ച് ഈ മാത്തമെറ്റിക്സ്, ലോജിക്കൽ റീസണിങ്, അതിനകത്തേക്കാണ് പറയാൻ വരുന്നത് കേട്ടോ.
മാത്തമെറ്റിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പോലുള്ള സബ്ജക്റ്റുകൾ, ലോജിക്കൽ റീസണിങ്, ഇത് കുറച്ച് ഇടങ്ങേറാണ്. ഇത് പഠിച്ചാൽ നമുക്ക് തിരിയില്ല. ഇതിന്റെ മോഡൽ ഒരുപാട് മാർക്കൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലെ. ഞാൻ വെറുതെ ചോദിച്ചൊന്നല്ല, അതിന് റീസൺ ഉണ്ട് കൃത്യമായിട്ട്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടംപോലെ ഞാൻ കണ്ട ഇപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന 50 ആൾക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണുള്ളത്. സത്യം പറയട്ടെ, നിങ്ങൾ എത്രമാത്രം UGC നെറ്റിൽ പേപ്പർ 2 നിങ്ങൾ പഠിക്കാൻ വെച്ചു, ഓക്കെ, പേപ്പർ 1 നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വെച്ചു, എനിക്ക് പറ്റൂല, അത് പേപ്പർ പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണ്. എന്നാൽ പോലും നിങ്ങൾക്ക് അത്ര ഭാഗ്യവും അത്രമാത്രം ബുദ്ധി ഇല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ UGC നെറ്റൊക്കെ തന്നെ മാക്സിമം എത്തുള്ളൂ. ഇഫ് യു ആർ സീരിയസ്ലി ട്രൈയിങ് ഫോർ JRF അല്ലെങ്കിൽ നെറ്റ് എന്നുള്ളത് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പേപ്പർ 1 പേപ്പർ 2 തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഒരു ബാലൻസിങ്. പേപ്പർ 1 അത്യാവശ്യം നിങ്ങൾ പഠിച്ചേ തീരുമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേപ്പർ 1 നിങ്ങൾ ടഫ് ആണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. വളരെ എളുപ്പമുള്ള, നമുക്ക് ഹിന്ദി പഠിക്കാൻ കുറച്ച്, എന്റെ ഒരു അഭിപ്രായത്തില് ഹിന്ദി പഠിക്കാൻ കുറച്ചും കൂടി നമുക്ക് അധികം ടൈം വേണം, കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത്ര തന്നെ എഫേർട്ട് ശരിക്കും പേപ്പർ 1 ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്റെ ഒരു നെറ്റിൽ ജേർണിയിലേക്ക് ഞാൻ പോവാം. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു സ്കോർ എന്ന് പറയുന്നത്, എനിക്ക് ആദ്യമായിട്ട് പേപ്പർ 1 എനിക്ക് ആദ്യമായിട്ട് നെറ്റ് കിട്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ജസ്റ്റ് കട്ട് ഓഫിന്റെ മാർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്ക് കിട്ടിയപ്പോൾ അതിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് പറഞ്ഞാൽ പേപ്പർ 1 എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോൾ UGC നെറ്റ് എഴുതുകയാണെങ്കിലും എനിക്ക് പേപ്പർ 1 അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും വലിയൊരു രസം എന്ന് പറയുകയാണെങ്കിൽ, അന്ന് എനിക്ക് PG ഫസ്റ്റ് ഇയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, PG ഫസ്റ്റ് ഇയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഹിന്ദിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. നമ്മൾ ആ കൂടി എന്താ പറയാ, ഇഫ്ലൂർ എൻട്രൻസ് ഒക്കെ എഴുതാൻ വേണ്ടി കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പമായിരുന്നു എൻട്രൻസ് ഒക്കെ ബേസിക്കലി. അപ്പൊ അതിന് വേണ്ടി കുറച്ച് പഠിച്ചിട്ട് ഹിന്ദി സാഹിത്യ ഇതിഹാസമൊക്കെ കുറച്ച് എന്തൊക്കെയൊക്കെ പറഞ്ഞെടുക്കുക. ഛായാമാതിൽ 4 കവികളുണ്ട്, അല്ലെങ്കിൽ മഹാകവി പ്രസാദ് ദ്വിവേദി, ഹസാരി പ്രസാദ് ദ്വിവേദി, ഇങ്ങനത്തെ കുറച്ച് പേരുകളൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് നെറ്റ് കിട്ടി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പേപ്പർ 1 അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഓക്കെ, ഇവർക്ക് ഭയങ്കര മാത്സും സാധനങ്ങളൊക്കെ അറിയണ്ടാവുമല്ലോ എന്ന് വിചാരിക്കും. ഞാൻ +2 സയൻസ് ആണ് പഠിച്ചിട്ടുള്ളത്, മാത്സ് ആണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് ആ സമയത്ത് ഏറ്റവും ടഫ് ഉള്ള ഒരു വിഷയം മാത്സ് ആയിരുന്നു. ഞാൻ ഒരു ചെറിയൊരു സത്യം കൂടിയാണ്, തമാശയായിട്ട് പറയും, പല ക്ലാസ്സിലും പോകുന്ന സമയത്ത് പറയുന്നതാണ്. ശരിക്കും +2 എനിക്ക് അത്രയും ടഫാന്നുള്ള ഏറ്റവും ഉദാഹരണം, ഒരു മിഡ് ടേം എക്സാം വന്നിരുന്നു, ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ആ പാദവാർഷിക പരീക്ഷ, മിഡ് ടേം എക്സാം, അർദ്ധവാർഷിക പരീക്ഷ എഴുതാൻ അറിയില്ല. എനിക്ക് അന്ന് 70 കിട്ടിയ മാത്സിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും 70 3 മാർക്കായിരുന്നു. പറഞ്ഞാല് ആ ഡീപ്പായിട്ടുള്ള മാത്സ് ഒന്നും എനിക്ക് പഠിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ടഫ്, നിങ്ങളെപ്പോലെ തന്നെ അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള മാത്സ് അത്ര തന്നെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. ആദ്യത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ പേപ്പർ 1 നിങ്ങൾക്ക് ഒരു +2 ലെവലിന്റെ മാത്സോ ഹൈസ്കൂൾ ലെവൽ മാത്സോ പോലും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് UP സ്കൂളിൽ മാത്സ് ഒക്കെ അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, ലോജിക്കൽ റീസണിംഗ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ എത്ര തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് JRF കിട്ടിയ സമയത്ത് ഞാൻ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്ത വിഷയങ്ങൾ ഒന്ന് മാത്സ് ആയിരുന്നു എന്നല്ല. എനിക്കറിയാം, എനിക്ക് എപ്പോഴും ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ കാൽക്കുലേഷൻ തെറ്റിപ്പോ അങ്ങനത്തെ ഭയങ്കര ഇടങ്ങേറൊക്കെ ഉണ്ട്. പക്ഷെ എളുപ്പമുള്ള മാത്സ് ആണ് പൊതുവെ. നിങ്ങൾ നന്നായി അതിന്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, വലിയ കുഴപ്പമൊന്നുമില്ല. ഏറ്റവും വലിയ രസം, ഞാൻ ഇതിനകത്തേക്ക് വിഷയത്തിലേക്ക് വരികയാണ്. ഇന്ത്യയിലുള്ള ഭൂരിഭാഗം ആളുകളും നിങ്ങളെപ്പോലെ ചിന്തിക്കുകയാണ്. ഓക്കെ, പേപ്പർ 2 മാത്രം പഠിക്കുകയാണ്, പേപ്പർ 2 മാക്സിമം പഠിച്ചു നോക്കാം, എന്നിട്ട് നെറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ JRF കിട്ടിയായിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കുകയും പേപ്പർ 1 തീരും മാർക്ക് സ്കോർ ചെയ്യാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ കുറച്ച് പേപ്പർ 1 കൂടി കുറച്ച് നന്നായിട്ടൊന്ന് പഠിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേപ്പർ 2 അത്ര തന്നെ ഫോക്കസ് ചെയ്യുന്നില്ല, പേപ്പർ 1 കൂടി ഒന്ന് പഠിക്കുക എന്നുണ്ടെങ്കിൽ, പഠിക്കാന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അയാൾക്ക് നിങ്ങളെ കാണാൻ UGC നെറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്, JRF കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നു. ശരിക്കും ഹിന്ദിന്റെ മാത്രമല്ല പ്രശ്നം, ഹിന്ദി, മലയാളം, അറബിക്, ഇത്തരത്തിലുള്ള കുറച്ച് ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകൾ മിക്കവാറും നമ്മൾ പലപ്പോഴും ചിലപ്പോൾ +1 +2 ചിലപ്പോൾ സയൻസ് പോലും ആയിരിക്കില്ല പഠിച്ചിട്ടുണ്ടാവുക, ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുക. എന്നിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മൾ ആലോചിക്കും ശരിക്കും ഇത് പഠിക്കാൻ കഴിയില്ല, മാത്സ് പഠിക്കാൻ പറ്റില്ല. ശരിക്കും ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ മാത്സ് പഠിച്ചിട്ടില്ല എന്ന് വെച്ചോ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ സബ്ജക്റ്റുകൾ പേപ്പർ 1 തന്നെ ഉണ്ട്. നിങ്ങൾ
ഒരുപാട് നിങ്ങൾ ചിലപ്പോൾ സിലബസ് പോലും കാണുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷയം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഹിന്ദി സബ്ജക്റ്റ് ഒക്കെ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സബ്ജക്ട് പഠിക്കുന്ന പോലെ നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന സാധനമാണ്. അത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മിനിമം ലെവൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം വളരെ പ്രധാനമായിട്ട് നിങ്ങൾ അത് ബാലൻസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ മാത്രമാണ്, പേപ്പർ 2 മാത്രം പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിൽ ഹൈ റിസ്ക് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ നിങ്ങൾ എഫേർട്ട് എങ്കിലും എടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് എത്ര എഫേർട്ട് നിങ്ങൾ പേപ്പർ 1ൽ കൂടി എടുക്കുന്നോ അപ്പോൾ തന്നെ അതിന്റെ ഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് ഏറ്റവും JRF കിട്ടാൻ. പ്രധാനമായിട്ട് പറയുന്നതിന് കാരണം എന്ന് പറയുകയാണെങ്കിൽ ശരിക്ക് മലയാളികൾക്കിടയിൽ ആ ഒരു സാധനം വളരെ കൂടുതലാണെന്നാണ്. അപ്പൊ ഹിന്ദിയൊക്കെ ശരിക്കും ഒരുപാട് നോർത്ത് ഇന്ത്യൻസും ബാക്കിയുള്ള കാര്യങ്ങൾ ആൾക്കാരൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പലപ്പോഴും 1ാം ക്ലാസ് മുതലേ അവർ സംസാരിക്കുന്ന ഭാഷ അവർക്ക് വായിക്കാനും പഠിക്കാനൊന്നും പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് നേരിടുന്നില്ല. നമ്മൾ ചിലപ്പോൾ വായിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, PGക്ക് പഠിക്കുന്ന സമയത്ത് പോലും നമുക്ക് പല വാക്കുകൾക്കും ഡിക്ഷണറി നോക്കേണ്ടി വരുന്നു. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഇഫ്ലോയിലൊക്കെ കാണുന്ന സമയത്ത് ഞാനും ഇനിയിപ്പോ നാളെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാവുന്ന റഹനാസും പിന്നെ ഒരാൾ കൂടിയാണ് മലയാളികളായിട്ട് ശരിക്കും JRF-ഓട് കൂടി PhD ചെയ്ത ആളായിട്ട് എന്റെ യൂണിവേഴ്സിറ്റി കണ്ടിട്ടുള്ളത്. ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇങ്ങനെ JRF-കാരായിട്ട് വരുന്നുണ്ട്, മലയാളികൾ വരുന്നില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം മലയാളീസിനൊക്കെ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്ന സാധനം അതിന്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയാണ് പേപ്പർ 1ഉം കൂടിയും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര എഫേർട്ട് അതിനും കൂടി നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ അതും കൂടി നിങ്ങൾ കിട്ടും എന്നുള്ള സാധനം നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു യാത്ര ഭയങ്കര സുഖമായിരിക്കും. നിങ്ങൾ ഇപ്പോഴും മാത്സ് എന്ന് പറഞ്ഞിട്ട് ബേജാറാവണ്ട. വേറൊരു കാര്യം ഇതിൽ കൊടുത്ത് പറയാനുള്ളത്, മാത്സ് ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു പ്രൊമോഷൻ ആയിട്ട് പറയില്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ പഠിക്കുകയാണെങ്കിൽ മാത്സും ലോജിക്കൽ റീസണിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ പഠിക്കാനായിട്ട് പറ്റും. നല്ല രൂപത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉള്ള കാര്യങ്ങളൊക്കെ. ഇനി പല ആൾക്കാർ എന്നോട് പലപ്പോഴും പല ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, UGC നെറ്റ് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു പുസ്തകം ഏതാണ്? നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളിപ്പോ ഓൾറെഡി നെറ്റിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ JRF-ലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളിപ്പോ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല പുസ്തകം ഏതാ? ഞാൻ കുറച്ചൊന്ന് കാത്തിക്കാം, ആരെങ്കിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. നെറ്റ് എന്നുള്ളത് മാത്രമല്ല, നിങ്ങളിപ്പോ ഇപ്പൊ പലപ്പോഴും HSST-ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, HSI-ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, സെറ്റും കേട്ടൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ റെഫർ ചെയ്യുന്ന ഒരു പുസ്തകത്തിന്റെ പേര് പറയുമോ ഇത് കാണാൻ വേണ്ടിട്ട്? ആരുമില്ലേ? ആർക്കും അറിയില്ലേ? ഒരാളെങ്കിൽ ഞാൻ ആരെങ്കിലും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഹിന്ദിയിൽ എന്നെ ടെക്സ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പൊ എന്താ പറയുക, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ടെക്സ്റ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും നിങ്ങൾ റെഫർ ചെയ്യുന്ന ഒരു സാധനത്തിന്റെ പേര് കിട്ടിയാൽ മതി. ആരും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പൊ ആരെങ്കിലും ഒരുപാട് ആലോചിക്കുന്നുണ്ടോ, അല്ലെ വേറെ ആരെങ്കിലും ഒക്കെ ടെസ്റ്റ് ഉണ്ടാവുന്നൊക്കെ വിചാരിക്കുന്നു. പലപ്പോഴും ഞാൻ പറയുന്ന സാധനം കേട്ടിട്ടുണ്ട്. ഞാൻ ഡിഗ്രി PG ഫസ്റ്റ് ഇയറിലേക്ക് വന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്, ശരിക്കും UGC നെറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും ആചാര്യ രാമചന്ദ്ര ശുക്ലിന്റെ ഹിന്ദി സാഹിത്യക ഇതിഹാസമൊക്കെ നിങ്ങൾ വായിച്ചാൽ അത് നിങ്ങൾക്ക് UGC നെറ്റ് കിട്ടും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താ പറയാ ശുക്ലിന്റെ വായിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ, ദൃഷ്ടിന്റെ ഒരു ബുക്ക് ഓക്കെ, ഗൈഡാണെന്ന് തോന്നുന്നു അല്ലെ പറഞ്ഞിട്ടുള്ള കൃഷ്ണപ്രിയ. ഓക്കെ, ഇനിവേ അതുപോലെ തന്നെ എന്താണ് രാമചന്ദ്ര ശുക്ലിന്റെ അല്ലെ നഗേന്ദ്രന്റെ അല്ലെ ബച്ചൻ സിംഗിന്റെ തന്നെ നിങ്ങൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ നെറ്റും നഗേന്ദ്ര നഗേന്ദ്ര പല ആൾക്കാരുടെ റെഫർ എന്താണ് ഞാൻ പറയട്ടെ. ശരിക്കും നഗേന്ദ്ര ആണെങ്കിലും രാമചന്ദ്ര ശുക്ല ആണെങ്കിലും ബച്ചൻ സിംഗ് ആണെങ്കിലും ഒക്കെ പലതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വളരെ അഭിമാനപൂർവ്വം പറയുന്ന കാര്യമില്ല. ഞാൻ ഇതുവരെ എൻ്റെ ഒരു കരിയറിലാണെങ്കിലും ശരിക്കും എനിക്ക് വലിയൊരു പേഴ്സണലി ഭയങ്കര ഈസി ആയിട്ട് തോന്നിയൊരു ബുക്കല്ല ആചാര്യ രാമചന്ദ്ര ശുക്ല ഇതിഹാസ്. ശരിക്കും നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനം ഏതാണെന്നാണ് നോക്കേണ്ടത്. ശരിക്കും എന്റെ അറിവിൽ ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുകയാണെങ്കിലും
ഞാൻ പലപ്പോഴും ഏത് പുസ്തകമാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടത് ചോദിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഏറ്റവും പ്രൈമറി ടെക്സ്റ്റ് ആയിട്ട് നിങ്ങളെ കയ്യിൽ ഉണ്ടാവേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗൈഡ് അല്ല, ഏതെങ്കിലും ഹിന്ദി സാഹിത്യക ഇതിഹാസ ഏതെങ്കിലും ആരെങ്കിലും എഴുതിയൊരു പുസ്തകമല്ല, ഏതെങ്കിലും ഒരു കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഒരു പുസ്തകമല്ല, ഓക്കെ, ആരെങ്കിലും എഴുതിയൊരു പുസ്തകമല്ല. ആദ്യമായിട്ട് നിങ്ങളെ കയ്യിൽ ഉണ്ടാവേണ്ടത് കഴിഞ്ഞ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 അല്ലെങ്കിൽ 5-10 വർഷങ്ങളായിട്ട് നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിൽ നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഉണ്ടാവേണ്ടത്. PYQ ആണ് ഉണ്ടാവേണ്ടത്, വേറെ ഒന്നും വേണ്ട. ഓക്കെ, അതിന്റെ ഉള്ള ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ഒരു മനസ്സും അതിന്റെ മുകളിൽ നിങ്ങളതായിട്ട് ഉണ്ടാക്കിയ കുറച്ച് നോട്ടുകൾ ഉണ്ടെങ്കിൽ ഏതൊരു ആചാര്യ രാമചന്ദ്ര ശുക്ലിനെക്കാളും രാംകുമാർ വർമ്മയെക്കാളും ഗണപതി ചന്ദ്ര ഗുപ്തനെക്കാട്ടിലും ബച്ചൻ സംഘിനെക്കാട്ടിലും നഗേന്ദ്രനെക്കാളും ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ ആയിട്ട് അതായിരിക്കും മാറുക. എന്താ പറയുക, നിങ്ങൾ ഇതിഹാസം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മിസ്സായി പോകാനുള്ള സാധ്യത, ഭാഷാപരമായിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സിലബസിൽ പറയുന്ന കുറെ കഥകള്, കവിതകള്, ഉപന്യാസ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചിലപ്പോൾ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാവും, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള മനസ്സിലാവും. അത് നിങ്ങൾ നോക്കി കൃത്യമായിട്ട് പഠിക്കും. സോ PYQ ആണ് അതിന് ഏറ്റവും വലിയൊരു ഒരു മാതൃക. അത് കൂടാതെ മോക്ക് ടെസ്റ്റുകൾ, ഓക്കെ, മോക്ക് ടെസ്റ്റുകളും ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെയ്തോണ്ടിരിക്കാം, എഴുതി പരിശീലിക്കാം. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി കോച്ചിങ് വേണമെന്നുള്ള ആൾക്കാര് എന്താ പറയാ, ഞാൻ എഴുതിയ കാലത്ത് ഞാൻ എവിടെയും കോച്ചിങ് അന്നൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ അന്നൊന്നും ശരിക്കും ഇപ്പോഴാണെങ്കിൽ കേരളത്തിലൊന്നും നല്ലൊരു പ്രോപ്പർ ആയിട്ട് പേപ്പർ 1 പേപ്പർ 2 കൊടുക്കുന്ന ഒരു ഹിന്ദി കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കാര്യമായിട്ട് കണ്ടിട്ടില്ല. ഞാനാണെങ്കിലും കോച്ചിങ് വെച്ചിട്ടല്ല എഴുതിയിട്ടുള്ളത്. പക്ഷേ കോച്ചിങ് വേണ്ട എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ എഴുതിയ സമയത്തുള്ളതോ അല്ലെങ്കിൽ എന്റെ ശേഷം 1-2 ബാച്ചിൽ എഴുതിയ ആൾക്കാരോ എഴുതിയ പോലുള്ള UGC നെറ്റ് എക്സാമിലേക്കല്ല നിങ്ങളിപ്പോ പോകുന്നത്. ദിവസങ്ങൾ എല്ലാ സൈക്കിളുകൾ കഴിയും തോറും കട്ട് ഓഫ് ഒക്കെ മെല്ലെ മെല്ലെ കൂടി വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഒക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സെൽഫ് സ്റ്റഡി പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ആ രൂപത്തിൽ നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടി വരും. ഈ കോച്ചിങ് ഒക്കെ ആണെങ്കിൽ എന്താ പറയാ, കൃത്യമായിട്ട് ആരെങ്കിലും ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് വെച്ചിട്ടൊരു പ്ലാൻ ഉണ്ടാവും. അതിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതിയാവുന്നതാണ്. ഇപ്പം ഈ ഒരു കോച്ചിങ് ചെയ്താണെങ്കിൽ ഞാനും കുറച്ച് ഫാക്കൽറ്റീസും കൂടി ഓൾറെഡി നന്നായിട്ട് വിശദീകരണം ചെയ്തിട്ട് ഇന്ന സാധനങ്ങളൊക്കെ നമുക്ക് കാര്യമായിട്ട് വരുന്നത്. ആ രൂപത്തിലേക്ക് നിങ്ങൾ ആ ട്രാക്കിലേക്ക് നിങ്ങൾ നേരിട്ട് കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് ആണെങ്കിലും ഓക്കെ, അതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എല്ലാ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞ സമയത്ത് ഞാൻ ഒന്ന് ചുരുക്കാൻ പോകാണ്ട്, ഒരു 5-10 മിനിറ്റ് കൂടി ഞാൻ മാക്സിമം സംസാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കാനുണ്ടാവുന്നുള്ള ഉറപ്പാണ്. ഈ കോഴ്സിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ തരണമല്ലോ. ഓക്കെ, അപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും കുറെ രാത്രി 12 മണി വരെ ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ രാത്രി 1 മണി വരെ എത്ര ടൈം മാക്സിമം ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ടൈം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മൊത്തം ഈ UGC നെറ്റിന് വേണ്ടി നടക്കുക, ഈ ഒരു സ്ട്രാറ്റജി ഒന്നല്ല ശരിക്കും വർക്കാവുക. നിങ്ങൾ ശരിക്കും നിങ്ങൾക്കൊരു ദിവസം ഒരു 3 മണിക്കൂർ അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈം ടേബിൾ, ഓക്കെ, എത്ര ദിവസം നിങ്ങളുടെ ഒരു ജോലി തിരക്കുകൾ മാറ്റി വെച്ചുകൊണ്ട്, ഓക്കെ, എത്ര ദിവസം നിങ്ങൾക്ക് ചെറിയൊരു 1/2 മണിക്കൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1 മണിക്കൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 4 മണിക്കൂർ വരെ ആയിക്കോട്ടെ, ഓരോരുത്തരെയും ബിസി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കല്ലോ. അതിൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ഇത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ഇത്ര ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറാണ് ദിവസവും 1/2 മണിക്കൂർ എന്ത് വന്നു കഴിഞ്ഞാലും അത് പഠിച്ചിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്തിരിക്കും എന്നുള്ളൊരു നിശ്ചയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അതിപ്പോ എന്ത് പ്രശ്നം വന്നായിക്കോട്ടെ അത് നിങ്ങൾ പഠിച്ചിരിക്കണം. കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ്. പല ആൾക്കാർക്കുള്ള വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഈ ഡിസംബറിലൊക്കെ നെറ്റ് എക്സാം വരാൻ പോകല്ലേ, നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചു ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, ഭയങ്കര ഇനി ഒന്ന് നന്നായിട്ട് പഠിക്കന്നെ ചെയ്യാന്നാണ്. പക്ഷെ അതൊക്കെ നല്ല ശരി തന്നെ. പക്ഷെ ഈ പറഞ്ഞ പഠനം നിങ്ങൾക്ക് എത്ര നീട്ടി കാരണം അത്രയും കണ്ടിന്യൂസ് ആയി കൊണ്ടുപോകാൻ പറ്റുന്നോ അത്രയും നിങ്ങൾക്ക് നെറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ 2 ദിവസം നന്നായിട്ട് പഠിച്ചു 3-ാമത്തെ ദിവസം റെസ്റ്റ് എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് UGC നെറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കുറഞ്ഞു പഠിച്ചാൽ മതി, പക്ഷെ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. ഇത് മെല്ലെ മെല്ലെ ഓരോ ദിവസങ്ങളും കഴിയും തോറും നിങ്ങൾക്ക് ഉള്ള ഡെപ്ത് കൂടി വരുന്നതനുസരിച്ച് കുറച്ചുകൂടി നല്ല ടൈമൊക്കെ കൂടി നിങ്ങൾക്ക് ഒരു ദിവസം നല്ല ഫ്രീ ടൈം കിട്ടുക, അന്ന് കുറേ പഠിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത നല്ല തിരക്കുണ്ട് പക്ഷെ അന്ന് ഒരു 1/2 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്.
പഠിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടൈമൊക്കെ തന്നെ കിട്ടാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ട്രാവൽ ചെയ്യുമ്പോൾ പഠിക്കാം, കിടക്കാൻ നേരത്തെ പഠിക്കാം. ഞാനൊക്കെ എന്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, എനിക്ക് ഹിന്ദി സാഹിത്യ വസ്തുനിഷ്ഠ ഇതിഹാസം. പറയുമ്പോൾ വലിയ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കൊന്നുമല്ല, പക്ഷെ അത് വായിക്കുന്ന സമയത്ത് ഭയങ്കര സുഖമാണ്. ഓരോ പോയിന്റുകൾ ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് വെറുതെ മറച്ചു നോക്കുക. ഞാനൊക്കെ UGC നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ എന്റെ കിടക്കന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ കയ്യൊരു അകലത്തിൽ ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ എന്റെ ആ ഒരു ബുക്ക് ഇങ്ങനെ വെക്കുകയായിരുന്നു. വെറുതെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെയാണ് 2-4 എന്താ പറയുക കുറച്ച് പേജൊക്കെ മറച്ചു നോക്കും. രാവിലെ എണീറ്റിട്ട് നമ്മൾ പല ആൾക്കാർക്കുള്ള സ്വഭാവമാണല്ലോ, ഒന്ന് ഓണായി കിട്ടും 5-10 മിനിറ്റ് എടുക്കും. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമ്മൾ കിടക്കുന്ന സമയത്ത് അതെടുത്ത് വെറുതെ ഒന്ന് മറച്ചു നോക്കാം. ഇതൊരു ശീലത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ആ ശീലത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് നല്ല രൂപത്തിലുള്ള ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ മനസ്സിലേക്ക് വരും. ഒരു ക്വസ്റ്റ്യന്റെ 4 ഓപ്ഷൻ നമ്മൾ കാണുന്ന സമയത്ത് കൃത്യമായിട്ടൊരു ഓപ്ഷനിൽ ആൻസർ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അത് മാത്രമല്ല അതിൽ ബാക്കി 3 ഓപ്ഷൻ വേറെ ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വരാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു AI എന്നുള്ളൊരു സാധനം കാണുന്നുണ്ട്. ഇപ്പോഴും പല ആൾക്കാർക്കും AI എന്ന് പറയുന്നത് വെറും ഒരു ChatGPT അല്ലെ മെറ്റയോ മാക്സിമം ജെമിനിയോ ഒക്കെയാണ് അല്ലെ. ഒരു ബനാന എന്താ സംഭവം വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെയാണ് ശരിക്കും AI എന്നുള്ളത്. ശരിക്കും UGC നെറ്റിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് AI യൂസ് ചെയ്യാം. നമുക്ക് കോച്ചിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അത് പറഞ്ഞുതരും ഏതൊക്കെ രൂപത്തിൽ എളുപ്പമുള്ള രൂപത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. AIയും അതെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ഞാൻ ഈ ഒരു സെഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജി സെഷൻ ഇവിടെ തീർക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്കൊക്കെ നമുക്ക് കടക്കാം. ഈ ഒരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹിന്ദി പഠിതാവാണ് നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവേണ്ട സാധനമാണ്. കാല് കരേ സോ ആജ് കരേ സോ അബ് പൽമേ പർലൈ ഹോയഗി ബഹുതി കരേഗാ കബ്. ശരിക്കും നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് അല്ലെ, ശരിക്കും നാളെ നീളെ ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് പോവും, ഓക്കെ അപ്പൊ നാളെ മുതൽ പഠിക്കുക എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നാളെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നീണ്ടുപോകും. നാളെ പഠിക്കാന്ന് വിചാരിച്ച സാധനം ഇന്ന് പഠിക്കാണെന്ന് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ഞാനൊക്കെ ശരിക്കും എനിക്കൊരു ഓർമ്മ ഒരു UGC നെറ്റ് എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് നെറ്റ് കിട്ടുമോ JRF കിട്ടുമോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ പോലും ഞാനൊക്കെ ചെയ്തൊരു കാര്യമാണ്, എന്നാണോ ആ എക്സാം കഴിഞ്ഞിട്ടുള്ളത് അന്ന് എക്സാം കഴിഞ്ഞ് വന്നിട്ട് തൊട്ടടുത്ത സൈക്കിളിലേക്ക്, ഇപ്പൊ ഡിസംബറിലാണ് കഴിഞ്ഞിട്ടുള്ളത്, തൊട്ടടുത്ത ജൂണിലേക്കുള്ള എക്സാമിന് അന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഞാനൊക്കെ സമീപിച്ചൊരു കാര്യം. അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് നെറ്റ് കിട്ടിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം UGC നെറ്റ് എന്നുള്ള സാധനം ഈ ഒരു ചെറിയൊരു 3/4 മണിക്കൂർ കൊണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഒരു കോഴ്സ് സ്ട്രക്ചറും കൂടിയാണ് പറഞ്ഞത്. നാളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ റഹനാസ് മാം നിങ്ങൾക്ക് പറഞ്ഞുതരും. റഹനാസ് മാം ഇപ്പോ ഇഫ്ലോയില് PhD സ്കോളറാണ്, JRF ഹോൾഡർ ആണ്. റഹനാസ് മാം ആണ് നമ്മുടെ ഒരു ഫാക്കൽറ്റി. എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ക്ലാസ് വരുന്ന രൂപത്തിലാണ്, ചെറിയ ക്ലാസ്സുകളാണ്. ഒരു 3/4 മണിക്കൂർ ക്ലാസ്സുള്ള ഒരു വിധമുള്ള റെക്കോർഡഡ് ക്ലാസ്സസും ആഴ്ചയിൽ ഒരിക്കൽ മിക്കവാറും ശനിയാഴ്ചകളിലാണ് നിങ്ങൾക്ക് ഒരു ലൈവ് സെഷൻസ്. നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിലുള്ളൊരു ലൈവ് സെഷൻ എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് ഓരോ മോക്ക് ടെസ്റ്റുകളും അസസ്മെന്റ് ടെസ്റ്റുകളും ഒക്കെ കൃത്യമായിട്ട് വരുന്ന രൂപത്തിലാണ് നമ്മുടെ ഈ ഒരു സെഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫാക്കൽറ്റീസ് പറയുകയാണെങ്കിൽ ഒന്ന് ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുണ്ടാവുക. രണ്ടാമതായിട്ട് നാളെ നിങ്ങൾ നമ്മുടെ അടുത്ത ഫാക്കൽറ്റിയിൽ പരിചയപ്പെട്ട നാളത്തെ ക്ലാസ് ആരും മിസ്സാക്കാതിരിക്കുക. സബ്ജക്ട് ഓറിയന്റഡ് ക്ലാസ് ആണ്. ഓക്കെ, ഹിന്ദീന്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ഒരു ക്ലാസ് ആണ്. അത് റഹനാസ് ആയിരിക്കും. റഹനാസ് ഇഫ്ലോ ഹൈദരാബാദ്. ദെൻ അനൂപ് സാറ് ഇപ്പൊ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആള് മുംബൈയിലുള്ള ആളാണ്. നമ്മുടെ ആർട്സ് കോളേജിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PhD സ്കോളർ ആയിരുന്നു. പിന്നെ അശ്വതി അനീഷ്. അപ്പൊ അശ്വതി അനീഷ് ഒരു ഇഫ്ലോ പ്രൊഡക്റ്റ് ആണ്, കാലടി യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളർ ആണ്. ഈ 4 ആൾക്കാരാണ് ചീഫ് ഫാക്കൽറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഏത് സമയത്തും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു മെന്ററിംഗ് സിസ്റ്റം കൂടി നമ്മൾ ഇതിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ പേപ്പർ 1 ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതൊരു പരസ്യത്തിന്റെ ഭാഗമായിട്ടൊന്നും അല്ല വിചാരിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ പേപ്പർ 2ന്റെ കൂടെ പേപ്പർ 1 കൂടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം. പേപ്പർ 1 കൂടി ട്രൈ ചെയ്യുന്ന ആൾക്ക് ഇപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ എന്ത് ചെയ്യാനൊരു മാർഗമില്ല എന്നുണ്ടെങ്കിലും പേപ്പർ 1 നിങ്ങൾ അറ്റ്ലീസ്റ്റ് സെൽഫ് സ്റ്റഡി ആയിട്ട് എങ്കിലും നിങ്ങൾ നോക്കണം എന്നുള്ളൊരു ഉപദേശം കൂടിയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ബാക്കിയുള്ള നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബാക്കിയുള്ള
കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗ്രൂപ്പിലൊക്കെ തന്നെ അപ്ഡേറ്റ്സ് വരും. ഓക്കെ, ബാക്കിയുള്ള കോഴ്സ് സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. ഒക്ടോബർ 4 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം ഒരു ഡിസംബർ 14 വരെ, ഡിസംബർ 15 കൂടിയിട്ടൊക്കെ നല്ല എക്സാം സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പം അതുവരെ നിങ്ങൾക്ക് ഉള്ളൊരു കോഴ്സ് ആയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ആഴ്ചയിൽ ഒരു ലൈവ് സെഷൻ എന്തായാലും ഉണ്ടാവും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ആ ലൈവ് സെഷൻ അഥവാ മിസ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല, അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പം പല ജോലി തിരക്കുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള സമയത്തിനനുസരിച്ച് നിങ്ങൾ കണ്ട് പോയാൽ മതിയാവും. പക്ഷെ എല്ലാ ആഴ്ചയിലും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 10 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. അപ്പൊ അതന്നെ ഏറ്റവും വലിയൊരു എക്സ്പോഷർ ആയിട്ട് നിങ്ങൾക്ക് തരിക. കൂടാതെ എന്താണ് ബാക്കിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ എല്ലാ സിലബസും ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഓറിയന്റഡ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ്. ക്ലാസ് ഒരു ആദ്യകാലം കുറെ ക്ലാസ് എടുക്കുന്നു. ഇപ്പൊ നമ്മൾ കാണുന്ന എല്ലാ കോച്ചിങ് സെന്റേഴ്സ് ആണെങ്കിലും കോച്ചിങ് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നത്, പൊതുവെ കണ്ടിട്ടുള്ളത്. ആദ്യം കുറെ ആദ്യകാലം, പിന്നെ ഭക്തികാലം, പിന്നെ രീതികാലം, ഇങ്ങനത്തെ ഒരു രൂപത്തിൽ നിന്ന് മാറിയിട്ട് ശരിക്കും അതല്ല. ശരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എന്താണ്, അതിന്റെ റെലവൻസ് കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സിലബസ് എല്ലാം പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഒരു റിവേഴ്സ്ഡ് ലേണിംഗ് നമുക്ക് അതിന് പൊതുവെ പറയാറുണ്ട്. ഓക്കെ, നമ്മൾ ഉത്തരത്തിൽ നിന്ന് നമ്മൾ ചോദ്യത്തിലേക്ക് പോകും. അതാണ് സമയത്ത് നമുക്ക് എങ്ങനെ ഒരു MCQ വരും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിനനുസരിച്ചുള്ള ചെറിയ നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുക. ഓക്കെ, ആ രൂപത്തിലാണ് നമ്മളിപ്പോൾ കോഴ്സ് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഇതിന്റെ ഒരു കുറച്ച് ലാസ്റ്റ് 1-2 വർഷങ്ങളിലായുള്ള ട്രെൻഡായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് UGC നെറ്റ് എക്സാമില് ഇതിഹാസ്, ഭാഷ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ അതിന്റെ മേലെ നിങ്ങൾ കഴിഞ്ഞ 1-2 വർഷത്തെ എക്സാം ഒക്കെ എഴുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഈ UGC നെറ്റ് സിലബസിൽ പറയുന്ന ആൾക്കാരുണ്ട്. സിലബസിൽ കൃത്യമായി ചില എന്താ പറയുക നോവലുകൾ തരുന്നുണ്ടാവും, ചില കവിതകൾ തരുന്നുണ്ടാവും, ചില ചില എന്താ പറയുക സംസ്മരണ, ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ടാവും. ഇതിനകത്ത് നിന്നൊക്കെ വളരെ ഉള്ളുന്ന ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡയലോഗുകൾ വരെ ചോദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിലൊക്കെ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആയിരിക്കും നമ്മൾ തരാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഏത് സമയവും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഏത് സമയവും നിങ്ങൾക്ക് നല്ല ഫീഡ്ബാക്ക് തരാം. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ആയിരിക്കും. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ടീമാണ് ഫിക്സ് ലേൺ എന്നുള്ളതാണ് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഇതുമായിട്ട് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിലും ഇപ്പൊ നെറ്റിന്റെ സ്ട്രാറ്റജി, പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരമാണ്. ഇനി നിങ്ങൾക്ക് ചോദിക്കാം. മൈക്ക് ഓൺ അൺമ്യൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സിലാണെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻ കാണും, നിങ്ങൾക്ക് ചോദിക്കാം. ആർക്കും ചോദ്യമൊന്നുമില്ലേ? യെസ്. PG ഫസ്റ്റ് സെം എക്സാം എഴുതുന്ന ആൾക്കാർക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പറ്റും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതേപോലെ മുന്നൊക്കെ അങ്ങനത്തെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ശരിക്കുള്ളൊരു എന്ന് വെച്ചാൽ ഡിഗ്രി 4 ഇയർ ഡിഗ്രിക്കാർക്ക് വരെ ഇപ്പൊ UGC നെറ്റ് എക്സാം എഴുതാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് വലിയ ടെക്നിക്കലി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ പരിചയം തന്നെ സെമസ്റ്റർ 1 തന്നെ UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രശ്നമായിട്ട് അത് കാണാറില്ല. ഏറ്റവും നേരത്തെ നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിനപ്പുറത്തേക്ക് ഏറ്റവും നേരത്തെ എക്സാം എഴുതുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എത്ര പഠിച്ചിട്ടില്ലെങ്കിലും എക്സാം എഴുതണം, എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത എക്സാമിലേക്ക് നല്ല രൂപത്തിൽ പോകാൻ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നാളത്തെ ക്ലാസ് മിസ്സാക്കരുത് കേട്ടോ. നാളത്തെ ക്ലാസ് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്ത ക്ലാസ് ആയിരിക്കും. ഈ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആരെങ്കിലും ഒക്കെ അഭിപ്രായം പറയോ? എന്നാൽ നമുക്ക് സന്തോഷമാണ്. ഇനിയിപ്പോ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് കറക്ഷൻ കാര്യങ്ങളൊക്കെ ഈ വരുന്ന ഡിസംബറിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സെമസ്റ്റർ 1 ആയിക്കോട്ടെ, നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാം. അത് വാലിഡിറ്റി ഉണ്ടാവും. പക്ഷെ അതിനകത്ത് ചോദിക്കുമ്പോൾ PhD ഓൺലി എന്നുള്ള സാധനമുണ്ട്. PhD ഓൺലി എന്നുള്ള ഓപ്ഷൻ കാണുന്ന സമയത്ത് അതിന്റെ ഒരു യോഗ്യതയായിട്ട് നിങ്ങൾക്ക്, അതായത് നെറ്റിൽ കുറഞ്ഞ കട്ട് ഓഫ് പറഞ്ഞാൽ PhD അഡ്മിഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ 1 വർഷം മാത്രമേ കാലാവധി ഉണ്ടാവുള്ളൂ. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിൽ പോയി നെറ്റ് എക്സാം എഴുതി എന്നിട്ട് അത് PhD ഓൺലി മാത്രം നിങ്ങൾ ക്വാളിഫൈ ചെയ്തു, അതിന് വാലിഡിറ്റി ഉണ്ടാവില്ല. കാരണം നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ PG കംപ്ലീറ്റ് ആവുള്ളൂ. അതിനുശേഷം നിങ്ങൾ PhDക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ
അപ്പൊ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് വേറെ എഴുതേണ്ടി വരും. അതേ സമയത്ത് നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നിങ്ങൾക്ക് ആ നെറ്റ് എക്സാം കൂടെ കിട്ടിയെന്നുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, താങ്ക് യു അമൃത, ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബിജി, താങ്ക് യു. വേറെ എന്ത് സംശയങ്ങളുണ്ടെ ചോദിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനി ഓക്കെ, ഇനി ആർക്കും പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ജമീൽ സാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്തോളൂ. നാളത്തെ ക്ലാസ് ആരും മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു പ്രത്യേക അപേക്ഷ കൂടിയുണ്ട്. താങ്ക് യു. സുമി, അഷിത, സുസ്മിത, അമൃത, സൈന, വൈഷ്ണവി, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ജമീൽ സാർ ഇവിടെ ഉണ്ടോ? ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കാണാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു ഒരിക്കൽ കൂടി. താങ്ക് യു സോ മച്ച്. കാണാം, നാളെ കാണാം.